നമസ്കാരം. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി തന്നെ തിരുവല്ലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം അവസാന ലാപ്പിൽ BJPക്കും ഇന്ത്യക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വലിയ തിരിച്ചറിവ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള കമൻസ് അങ്ങനെയാണ്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഇവിടുത്തെ സ്ഥാനാർത്ഥി അനൂപ് ആൻ്റണി തന്നെ ചേരുകയാണ്. തിരുവല്ലയിൽ അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി വരുന്നു. വലിയ ആവേശകരമായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി താങ്കളോട് അടുത്ത് ഇടപെടുന്നത് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക്, തിരുവല്ലയിലെ ആളുകൾക്ക് താങ്കളും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ആ ഒരു വ്യക്തിബന്ധം പോലും മനസ്സിലായി. തീർച്ചയായിട്ടും ഒരു വലിയ സൗഭാഗ്യമാണ്. പ്രധാനമന്ത്രി നേരിട്ട് ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം എഗ്രി ചെയ്തു, വന്നു. അതുമാത്രവുമല്ല, വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഊഷ്മളമായ രീതിയിൽ ചേർത്ത് പിടിച്ചു. അത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയും തിരുവല്ലക്കാർക്ക് ഞാൻ നൽകുന്ന ഉറപ്പ് അതുകൊണ്ടാണ്. തിരുവല്ലയ്ക്ക് ഒരു ഡബിൾ എഞ്ചിൻ MLA എന്ന് പറഞ്ഞ് ഞാൻ നൽകുന്ന ഉറപ്പ്, പ്രധാനമന്ത്രി എനിക്ക് നൽകുന്ന ആ ഒരു വലിയ പിന്തുണ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ തിരുവല്ലക്കാർക്ക് ആ ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ടാണ് തിരുവല്ലക്കാരോട് ഞാൻ പറയുന്നത്, തിരുവല്ലയിൽ ഇത്തവണത്തെ വികസനത്തിന് ഒരു വലിയ സാധ്യത ആണ് പ്രധാനമന്ത്രി തുടങ്ങി വെച്ചിട്ട് പോയത്. എന്ത് കാര്യത്തിനും നമുക്ക് അദ്ദേഹത്തിനടുത്ത് ചെല്ലാൻ സാധിക്കും. എന്ത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സന്നാഹവും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശക്തിയും നമ്മൾക്ക് പകർന്നു നൽകും. അതുകൊണ്ട് തന്നെയും തിരുവല്ലയിൽ ഇത്തവണ തീർച്ചയായിട്ടും ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിധി എഴുതുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഗ്യാരണ്ടി, BJPയുടെ ഗ്യാരണ്ടി, അനൂപ് ആൻ്റണിയുടെ ഗ്യാരണ്ടി, അതിനൊപ്പം മോദിയുടെ ഗ്യാരണ്ടി കൂടിയായി ഇപ്പം തിരുവല്ലയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും, അതായത് നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് തിരുവല്ലയ്ക്ക് ഒരു ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഗ്യാരണ്ടി നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ഓരോ ആവശ്യത്തിനും, റോഡടക്കം പാലങ്ങളടക്കം അത് എടുത്തു പറഞ്ഞില്ലേ. ഈ അദ്ദേഹം വന്ന സ്റ്റേഡിയത്തെക്കുറിച്ച് തന്നെ ഞാൻ അദ്ദേഹത്തോട് മെൻഷൻ ചെയ്തു അവിടെ ഇരുന്നപ്പോൾ തന്നെ. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ് തിരുവല്ലയ്ക്ക് വേണ്ട ഗ്യാരണ്ടി? ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നത് നോക്കുകയാണെങ്കിൽ 2, 3, 4 തവണ, എനിക്ക് തോന്നുന്നു 4ാമത്തെ തവണയാണ് തോന്നുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത്രയും തവണ വന്നിട്ടും ഏറ്റവും അവസാന ലാപ്പിൽ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ, കുറഞ്ഞ ദിവസം നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ തിരുവല്ലയിൽ വരുന്നു. അത് അത്രത്തോളം വലിയ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്, പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്, ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. കാരണം നമ്മൾ പ്രധാനമന്ത്രിയോട് അങ്ങനെ ഒരു റിക്വസ്റ്റ് മുമ്പോട്ട് വെച്ചപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതിന് സമ്മതിച്ചു. അദ്ദേഹം വന്നു, നമ്മളെ ചേർത്ത് പിടിച്ചു, അദ്ദേഹം എല്ലാ സപ്പോർട്ടും തന്നു. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. അതിനോട് പേഴ്സണലി എന്തൊക്കെയോ പറയുന്നത് കേട്ടു, എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു, തിരുവല്ല ഡെവലപ്മെൻറ്റ് ചോദിക്കുമായിരുന്നു, തിരുവല്ലയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് പല കാര്യങ്ങൾ അറിയാം. ഇവിടുത്തെ NRIസിനെ കുറിച്ച് അറിയാം, ഇവിടെ ഉള്ള ബാങ്കുകളുടെ ബ്രാഞ്ചുകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം, ഈ തിരുവല്ലയുടെ പ്രത്യേകതകളെക്കുറിച്ച് അറിയാം, ശ്രീവല്ലഭനെക്കുറിച്ച് അറിയാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം അദ്ദേഹത്തിന്. അതെല്ലാം ചോദിക്കുമായിരുന്നു. പിന്നെ ഒപ്പം നേരത്തെ അദ്ദേഹം FCRയുടെയൊക്കെ വിഷയം അദ്ദേഹം പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ, അതെല്ലാം അദ്ദേഹം എന്നോട് പങ്കുവച്ചു. പിന്നെ അതുകൂടാതെ ഇവിടെ തിരുവല്ലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, എന്തൊക്കെ വികസന കാര്യങ്ങൾ MLA ആയി കഴിഞ്ഞാൽ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് എനിക്കോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏറ്റവും അവസാന ലാപ്പിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് അവസാന ഘട്ടത്തിൽ, ആദ്യഘട്ട പ്രചരണം കിടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിനേക്കാളും എത്രത്തോളം ഉയർന്നിട്ടുണ്ട് ആത്മവിശ്വാസം? ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടിയോടുകൂടി അത് എന്താ പറയുക, അതിൽ കടന്ന് പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് വെച്ചത്, തിരുവല്ലയ്ക്ക് ഒരു വികസനം, അതും തിരുവല്ല കാണാത്ത രീതിയിലുള്ള ഒരു ഡബിൾ എഞ്ചിൻ വികസനം എന്ന് പറഞ്ഞു. പക്ഷേ ആ വികസനം നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രധാനമന്ത്രി വന്നിട്ട് ഡബിൾ എഞ്ചിൻ വികസനം നടത്തി തരാമെന്ന് ഉറപ്പൊന്നും കൂടി നൽകിയിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും തിരുവല്ലയിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല ജനങ്ങൾ കൃത്യമായി എവിടെയാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യും. ഒരു ഡൗട്ടുമില്ല. എന്തായാലും വിജയാശംസകൾ. തിരുവല്ലയിൽ അനൂപ് ആൻ്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വന്നതോടുകൂടി തന്നെ ഇവിടുത്തെ BJP പ്രവർത്തകരും NDA പ്രവർത്തകരും, ഒപ്പം തന്നെ സാധാരണ ജനങ്ങളും കാൻഡിഡേറ്റ്സും എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. തിരുവല്ലയിൽ പ്രധാനമന്ത്രി വന്ന വേദിക്ക് സമീപത്തു നിന്നും ക്യാമറമാൻ ആദിത്യ ജയരാജിനൊപ്പം അർജുൻ സി.